അപ്പൊ മിസ് വന്നിരിക്കുന്നത് നമ്മുടെ +1 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ നമ്പർ 13 ഏതാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു വൺ ഷോട്ട് വീഡിയോ ആയിട്ടാണ്. മക്കളെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റും വിത്ത് പ്രോബ്ലംസ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, നമ്മുടെ ചാപ്റ്റർ ഏതാണ്? സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ? യെസ്. ഈ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാ പഠിക്കാനുള്ളത്? മീൻ പഠിക്കാനുണ്ട്, മീഡിയൻ ഉണ്ട്, റേഞ്ച്, മീൻ ഡീവിയേഷൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതിൽ മീനും മീഡിയനും ഒക്കെ നമ്മൾ നേരത്തെ തൊട്ടേ പഠിക്കുന്നതാണ്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്ത് തന്നെ പോവാം അല്ലെ. ദെൻ റേഞ്ച് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ചാപ്റ്ററിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് റേഞ്ച് കണ്ടുപിടിക്കുക എന്നുള്ളത്. ദെൻ ഇതിലെ അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ഏതാ? തന്റെ ഈ 3 ഏരിയ ആണ് മോസ്റ്റ് ഓഫ് ദ ടൈം എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ നിന്ന്. മീൻ ഡീവിയേഷൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അത് പറഞ്ഞപ്പോഴാണ് ഈ ചാപ്റ്ററിന് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നേ? 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് വരും. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ചാപ്റ്റർ വിട്ട് കളയാൻ പറ്റുമോ? ഇല്ല. ആദ്യം തന്നെ ഈ ചാപ്റ്റർ പഠിച്ച് സെറ്റ് ആക്കിക്കോണം അല്ലെ. ദെൻ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം തന്നെ നമുക്ക് മീനിൽ സ്റ്റാർട്ട് ചെയ്യാം. എടാ നമുക്ക് ഇങ്ങനെ ഡേറ്റ തരുമോ? ഏതാ? x1, x2, x3, x4, x5 എന്നിങ്ങനെ അൺഗ്രൂപ്ഡ് ആയിട്ടുള്ള ഡേറ്റാസ് തരുവാണെങ്കിൽ നമ്മൾ ഇതിന്റെ മീൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒന്നില്ല മക്കളെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ ഡേറ്റാസ് എല്ലാം കൂടെ ആഡ് ചെയ്യും, സം ചെയ്യും. അതായത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 ഡിവൈഡഡ് ബൈ എന്താണ്? ഇത് എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്? അതായത് 1 2 3 4 5 5 ഇല്ലേ? അപ്പൊ ഡിവൈഡഡ് ബൈ 5. അതിനെ നമ്മൾ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ എന്താണ്? യെസ്, സിഗ്മ xi ഡിവൈഡഡ് ബൈ n. ഈ സിഗ്മ എന്നുള്ള സൈൻ എന്താ? ഇത് സമ്മിനെയാണല്ലേ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സമ്മിനെയാണ്. ഇനി ഈ xi എന്ന് പറയുന്നത് എന്താ? xi എന്ന് പറയുന്നത് ഈ എക്സിന്റെ എല്ലാ വാല്യൂസിനെയും കൂടെ നമ്മൾ റെപ്രസെന്റ് ചെയ്താണ് എന്ത്? xi ഉണ്ട്. ഇനി താഴെ ഒരു സ്മോൾ ലെറ്റർ n ഇല്ലായിരുന്നോ? ഈ സ്മോൾ ലെറ്റർ n എന്താണ്? സ്മോൾ ലെറ്റർ n എന്ന് വെച്ചാൽ തന്നെ ഇവിടുത്തെ നമ്പർ ഓഫ് ടേംസ് ആണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ n ആണ്. സ്മോൾ ലെറ്റർ n നമ്പർ ഓഫ് ടേംസ് ആണ്. അതെന്താ മിസ്സേ സ്മോൾ ലെറ്റർ n എന്ന് എടുത്തു പറഞ്ഞ? എടാ ഇനി വരുന്ന ഇക്വേഷൻസിനകത്ത് ഒരു ക്യാപിറ്റൽ ലെറ്റർ n ഉണ്ട്, അത് വേറെ സാധനമാണ്. അപ്പൊ ഇവിടെ സ്മോൾ ലെറ്റർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. അങ്ങനെയാണെങ്കിൽ മിസ് ഇങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ശരിക്കും അങ്ങ് മനസ്സിലാവുന്നില്ല. എന്നാൽ നമുക്കൊരു പ്രോബ്ലം ഇട്ട് ചെയ്താലോ? ചെയ്യാം, നമുക്ക് ഒരു പ്രോബ്ലം ഇട്ട് ചെയ്യാം. നോക്കിയേ, മിസ് താണ്ട് ഇവിടെ എക്സാമ്പിൾ കൊടുത്തേക്കുന്നു. 3 4 5 6 7 ഇതോ ഇതാണ്ട് 5 നമ്പർ തന്നിട്ടുണ്ട്. ഇതിന്റെ മീൻ എങ്ങനെ കാണും മക്കളെ? ആദ്യം എന്ത് ചെയ്യുന്ന മിസ് പറഞ്ഞേ? ഇതെല്ലാം കൂടി നമ്മള് സം ചെയ്യണം അല്ലേ. അപ്പൊ എന്താ? 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7 ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്? 5 എണ്ണം ഇല്ലേ? ഇവിടെ 5 നമ്പേഴ്സ് ഇല്ലേ? 3 ഒരെണ്ണം, 4 ഒരെണ്ണം, 5 ഒരെണ്ണം, 6 ഒരെണ്ണം, 7 ഒരെണ്ണം. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. അപ്പം ഡിവൈഡഡ് ബൈ 5 ചെയ്യണം. ഡിവൈഡഡ് ബൈ 5. അപ്പൊ നോക്കിയേ, ഇവിടെ ടോട്ടൽ എത്ര വരുന്നത്? 25 വരില്ലേ? 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7 എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ താഴെ എത്ര? 5. നമുക്ക് ആൻസർ എത്ര വരും മക്കളെ? ആൻസർ വരുന്നത് എത്ര? 5 നമുക്ക് ആൻസർ വരും. സെറ്റല്ലേടാ? സെറ്റല്ലേ? ദെൻ ഇനി ഇങ്ങനെ തരുവാണെങ്കിലോ നമുക്ക് x1, x2, x3, x4, x5 തന്നിട്ടുണ്ട്. അത് കൂടെ നമുക്ക് പുതിയൊരാളെ കൂടെ തന്നിട്ടുണ്ട്. ഏതാ? f1, f2, f3, f4, f5. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴത്തെ ഇക്വേഷൻ നോക്കണം. ഒന്നുമില്ല, നമ്മളിപ്പോ എന്ത് ചെയ്യണം? ഈ x1 ഇൻറ്റു f1 ചെയ്യുക, പ്ലസ് x2 ഇൻറ്റു f2 ചെയ്യുക, പ്ലസ് x3 ഇൻറ്റു f4 പ്ലസ് ചെയ്യുക. അതായത് എക്സിന്റെ എഫിന്റെയും പ്രോഡക്റ്റുകളുടെ സം എടുക്കുക. x1 ഇൻറ്റു f1 പ്ലസ് x2 ഇൻറ്റു f2 പ്ലസ് x3 ഇൻറ്റു f4 അല്ല f3 x4 ഇൻറ്റു f4 x5 ഇൻറ്റു f5 ഇതിന്റെ സം എടുക്കുക. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ആരെയും കൂടെ അറിയോ? നമ്മുടെ ഈ എഫ് ഇല്ലേ, എഫ്, ഈ എഫിന്റെ സമ്മ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. എഫിന്റെ സമ്മ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? നോക്കിയാൽ മിസ് നേരത്തെ എഴുതിയ പോലെ നമ്മുടെ സിഗ്മ എന്തിനാ? സമ്മിനല്ല ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ xi ഞാൻ പറഞ്ഞു, xi എക്സിന്റെ വാല്യൂസിനെ. fi എന്ന് പറയുന്നത് എഫിന്റെ എല്ലാ വാല്യൂസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡിവൈഡഡ് ബൈ സിഗ്മ fi. ഇത് നോക്കിക്കോണം. മിസ് നേരത്തെ സ്മോൾ ലെറ്റർ n നമ്പർ ഓഫ് ടേംസ് ആണ് എടുത്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഒരു ക്യാപിറ്റൽ ലെറ്റർ n ഇനി വരുന്നുണ്ടെന്ന്. ഇവിടെ നോക്കിക്കോണം. ഇവിടെ ഈ fi-യുടെ സമ്മില്ലേടാ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യാ? ക്യാപിറ്റൽ ലെറ്റർ n കൊണ്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ n കൊണ്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഓർത്തോണം,
നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം അപ്പം? യെസ്, സിഗ്മ എക്സ് ഐ എഫ് ഐ ഡിവൈഡഡ് ബൈ എൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ സ്മോൾ ലെറ്റർ എന്നും ക്യാപിറ്റൽ ലെറ്റർ എന്നും വരുമ്പം ശ്രദ്ധിച്ചോണം അല്ലേ? മിസ്സേ, അപ്പൊ ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്യണ്ടേ? നമുക്ക് ചെയ്യാം. അപ്പൊ നോക്കിയേ, താണ്ടേ മിസ് ഒരു ക്വസ്റ്റ്യൻ തന്നേക്കാണ്. എക്സ് 2 4 6 8 തന്നിട്ടുണ്ട്. വൈ 5 10 15 20 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ഐ എഫ് ഐ കണ്ടുപിടിക്കണം. എന്താണ്? എക്സ് ഐ എഫ് ഐ കണ്ടുപിടിക്കണം. അതായത് എങ്ങനെയാ? എന്നാണ്ടേ 2 into 5 എത്ര വരും? 10. അങ്ങനെ 4 into 10 6 into 15 8 into 20 നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എന്നാണ്ടേ മിസ് ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാണ് നോക്കി, 10 40 90 160 300. ഈ 300 എങ്ങനെയാ വന്നേ? ഈ 300 എങ്ങനെയാ വന്നേ? അതായത് എക്സ് ഐ എഫ് ഐയുടെ സമ്മാണ് ഈ 300. എക്സ് ഐ എഫ് ഐയുടെ സമ്മാണ് 300. അതായത് എത്ര? 300. ഈ വൈ എന്ന് പറയുന്നത് നമ്മുടെ എഫ് ഐ ആണ്. എഫ് ഐ ആണ് നമ്മുടെ വൈ എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ 5 + 10 + 15 + 20 എത്ര? 50 ആണ്. ഇതെന്താണ് സംഭവം? യെസ്, എഫ് ഐ അല്ലേ? 50. ഇതെന്താ മക്കളെ? ക്യാപിറ്റൽ ലെറ്റർ എൻ അല്ലേ? അപ്പൊ നമ്മുടെ മീൻ കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻ എന്താണെന്നാ മിസ് പറഞ്ഞേ? യെസ്, എക്സ് ഐ എഫ് ഐയുടെ സമ്മ ഡിവൈഡഡ് ബൈ എൻ അല്ലേ? ഇത് രണ്ടെണ്ണവും നമ്മൾ കണ്ടുപിടിച്ചു. 300 ഡിവൈഡഡ് ബൈ 50 അല്ലേ? എത്ര വരും? 6 വരും. സിമ്പിൾ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യനും സെറ്റ് ആക്കി അല്ലേ? അപ്പൊ ഇനി നോക്കിയേ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിലോ, അതായത് ക്ലാസ് ഇന്റർവെലിന്റെ ബേസിസിലാണ് നമുക്ക് ഡേറ്റ് ആയിരുന്നെങ്കിലോ, 10 to 20 ക്ലാസ് വരുന്നത് 4 ഫ്രീക്വൻസി 4, then 20 to 30 2, then 30 to 40 5. ഇതില് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ വരുന്നത്. എക്സ് ഐ എഫ് ഐയുടെ സമ്മ ഡിവൈഡ് ബൈ എഫ് ഐ. അതേ നമുക്ക് എൻ എന്ന് കൊടുക്കാം അല്ലെ? എന്നാക്കി എഴുതാം? എക്സ് ഐ എഫ് ഐ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ എൻ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത് അല്ലെ? അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ നോക്കിയേ, എക്സ് ഐ തന്നിട്ടുണ്ടോ? എക്സ് ഐ തന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ഇവിടെ ക്ലാസ് ഇന്റർവെൽ ആയിട്ടല്ലേ വന്നേക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ഐ കണ്ടുപിടിക്കണം. എക്സ് ഐ എങ്ങനെ കണ്ടുപിടിക്കണം? എടാ മക്കളെ, നമ്മുടെ ഈ ക്ലാസ് ഇന്റർവെലിന്റെ ലോവർ ക്ലാസ്സും അപ്പർ ക്ലാസ്സും കൂടെ സം ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ എക്സ് ഐ കിട്ടും. അതായത് 10 + 20 ഡിവൈഡഡ് ബൈ 2 എത്ര വരും? 15 വരില്ലേ? അപ്പം ഇവിടെ എക്സ് ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? 15 ആയിരിക്കും. ഇവിടെ എക്സ് ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 15 ആയിരിക്കും. ഇനി അങ്ങനെ 20 + 30 ഡിവൈഡ് ബൈ 2 25. ദെൻ അടുത്തതിന്റെ വന്നപ്പോഴോ 35. ഇപ്പൊ നമുക്ക് എഫ് ഐ ഉണ്ട്, എക്സ് ഐ ഉണ്ട്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? എഫ് ഐ എക്സ് ഐയുടെ സം കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ആദ്യം എഫ് ഐ എക്സ് ഐ കണ്ടുപിടിക്കണം. അതിനു വേണ്ടി നമ്മളൊരു കോളം വരയ്ക്കണം. അപ്പൊ നമ്മൾ എക്സാം എഴുതുമ്പം ഈ 4 കോളം വരയ്ക്കണം. അതായത് എഫ് ഐ വരയ്ക്കുക, എക്സ് ഐ വരയ്ക്കുക, ദെൻ എക്സ് ഐ എഫ് ഐ വരയ്ക്കുക. അപ്പം ഇനി 4 into 15 എത്ര വരും? 16. 2 into 25 50 വരും. 5 into 35 175. നമ്മളിനി എക്സ് ഐ കണ്ടുപിടിച്ചു, ഇതിന്റെ സം എടുക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം? 60 + 50 + 145 എത്ര വരും? 285 വരും. 285 വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? എക്സ് ഐ എഫ് ഐയുടെ സം എന്ന് പറയുന്നത് 285 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നോക്കിക്കേ, ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? യെസ്, നമ്മള് എഫ് ഐ കണ്ടുപിടിക്കണ്ടേ? അതായത് എൻ കണ്ടുപിടിക്കണ്ടേ? ഈക്വൽ ടു എത്ര? ഇവിടെ നോക്കിക്കേ, 4 + 2 + 5 എത്ര വരും മക്കളെ? 11 വരില്ലേ? യെസ്, 11 വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? 11. ഇനി നമ്മുടെ മീൻ എങ്ങനെ കണ്ടുപിടിക്കും? 285 ഡിവൈഡഡ് ബൈ 11 വരില്ലേ? ഈക്വൽ ടു എന്ത് വരും? 25.9 എന്ന് നമുക്ക് ആൻസർ വരികയല്ലേ? 25.9 എന്ന് നമുക്ക് ആൻസർ വരും. ഓക്കെ അല്ലേടാ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് മീഡിയൻ നോക്കാം. അപ്പൊ മീന് നമ്മൾ 3 ഡേറ്റയുടെ കാര്യത്തിൽ നമ്മൾ ചെയ്തു. അടുത്തെന്താ? മീഡിയൻ ആണല്ലേ? അപ്പൊ നോക്കിയേ, മീഡിയന്റെ കേസ് വരുമ്പോഴത്തേക്കും
ഇൻഡിവിജ്വൽ സീരീസിന് x1 x2 x3 x4 എന്ന് പറഞ്ഞ ഫോമിൽ കിടക്കുന്ന ഡേറ്റ ആണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അതിനെ ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യും. അതെന്താ മിസ്റ്റേ അങ്ങനെ പറഞ്ഞ അതായത് ഒന്നെങ്കിൽ നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്കോ അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്കോ എന്ത് ചെയ്യും? നമ്മൾ എടുത്തെഴുതും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്ര ഉണ്ടെന്ന് നോക്കും. നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണെങ്കിൽ, നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓഡ് നമ്പർ ആണെങ്കിൽ, അതായത് 5 7 അങ്ങനെ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത് n+1/2th ഒബ്സർവേഷൻ ആയിരിക്കും. എന്തായിരിക്കും? n+1/2th ഒബ്സർവേഷൻ ആയിരിക്കും. ഇനി നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഈവൺ ആണെങ്കിൽ, അത് 4 6 അങ്ങനെ ഈവൺ നമ്പേഴ്സ് ആണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ എങ്കിൽ നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത് n/2th ഒബ്സർവേഷനും n+1/2th ഒബ്സർവേഷനും കൂടെ ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 2 ചെയ്യും. n/2th ഒബ്സർവേഷനും n+1/2th ഒബ്സർവേഷനും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും? മീഡിയനെ കിട്ടും. മിസ് എങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല. സാരല്ല, നമുക്ക് നമ്പർ വെച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, അപ്പൊ സെറ്റ് ആവും. നാട്ടെ മിസ് നല്ലൂടെ എക്സാമ്പിൾ സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടാ. നോക്കിക്കോണം. ഇവിടെ ആദ്യം തന്നെ നോക്കിയടാ. ആദ്യം നാട്ടെ ഫസ്റ്റ് ഒരു ഡേറ്റ കിട്ടിയാൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുന്നു. നമുക്ക് എഴുതാം 2 3 4 6 7 8 എഴുതി. ഇനി ഇത് എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്? താണ്ടേ ഇത് എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്? 6 നമ്പർ ഓഫ് ടേംസ് ഒബ്സർവേഷൻസ് ഇല്ലേ? നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്ര എണ്ണം ഉണ്ട്? 6 നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കുമ്പോൾ എടാ ഇതിന്റെ നടുക്കത്തെ എലമെന്റ് അല്ലേ മീഡിയൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എടുക്കുമ്പോൾ എത്ര ടേംസ് ഉണ്ട്? 2 നമ്പേഴ്സ് ഉണ്ട് അല്ലെ? നടുക്കത്തെ എടുക്കുമ്പോഴത്തേക്കും 2 നമ്പേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ഒരെണ്ണം പോരെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ നടുക്കത്തെ 2 ടേമുകൾ തമ്മിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്? നടുക്കത്തെ 2 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ എത്ര വരും? 4 + 6 10 10 ഡിവൈഡ് ബൈ 2 5 വരികയല്ലേ? സിമ്പിൾ അല്ലേ? ഇനി അപ്പൊ മനസ്സിലായി നമ്മൾ ഓഡ് നമ്പർ ആണെങ്കിൽ 6 എന്ന് പറയുന്ന ഈവൺ നമ്പർ അല്ലേ? ഈവൺ നമ്പർ ആണെങ്കിൽ നമ്മൾ ചെയ്തു. ഓഡ് നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യും? നോക്കാം. അതെ, ഓഡ് നമ്പറിന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നേക്കുന്നു. അപ്പൊ മിസ് ആദ്യം പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം? ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലാക്കി എഴുതണം. നമുക്ക് എഴുതാം. അതെ 4 5 6 7 8. ഇവിടെ എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 5 ഒബ്സർവേഷൻ ഉള്ളതല്ലേ? അതായത് ഓഡ് നമ്പർ അല്ലേ? ഇതിന്റെ നേരെ സെന്ററിൽ കിടക്കുന്ന ആളാരാ? 6. അപ്പൊ നമ്മുടെ മീഡിയൻ എന്താ? ഒരാളുണ്ട് 6 അതെ. അപ്പൊ ഇവിടെ മീഡിയൻ എന്ത് വരും? 6 വന്നു. സിമ്പിൾ അല്ലേ? അങ്ങനെ മീഡിയൻ ഇവിടെ സെറ്റ് ആയല്ലേ? ഇനി നോക്കിയേ. ഇനി ഇങ്ങനെ ഡേറ്റ തരുവാണെങ്കിലോ? XIയും FIയും തന്നിട്ടുണ്ടല്ലോ. X തന്നിട്ടുണ്ട്, F തന്നിട്ടുണ്ടെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. എന്നിട്ട് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. എന്താ മക്കളെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് വെച്ചാല്? ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് വെച്ചാല് FIയുടെ വാല്യൂ ഇല്ലേ? FIയുടെ വാല്യൂ ഇങ്ങനെ ആഡ് ചെയ്ത് ഓർഡറിൽ എഴുതുക. അതെങ്ങനെയാണെന്ന് മിസ് കാണിച്ചു തരാം. പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ സെറ്റ് ആക്കി തരാം. അതിന് മുന്നേ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളോട് പറഞ്ഞേക്കുന്നത് n/2 കണ്ടുപിടിക്കാനായിട്ട്. n/2 കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു. ഇനി എന്നിട്ട് നമ്മളോട് പറയാണ് മീഡിയൻ ഈസ് ഒബ്സർവേഷൻ വാസ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ. അല്ലെങ്കിൽ എന്താ? ഒബ്സർവേഷൻ വാസ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഈസ് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ n/2. ഒന്നെങ്കിൽ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയോട് ഈക്വൽ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ജസ്റ്റ് ഗ്രേറ്റർ ദാൻ n/2 ആണ് നമ്മുടെ മീഡിയൻ വരുന്നത്. അങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ നമ്മുടെ പറയാണ് മാർക്ക് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 10 15 30 40 20 5 5 10 7 8. അതെ, ഈ ഒരു ഇത് നോക്കിക്കേ. ഇത് ഓർഡറിലാണോ നടക്കുന്നത്? അല്ലല്ലോ. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണ്ടേ? അങ്ങനെയാണെങ്കിൽ അത് എഴുതുമ്പോൾ എന്ത് വരും മക്കളെ? താണ്ടേ വഴി എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ,
എങ്ങനെ എഴുതി? ഇത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് തന്നിട്ടുള്ള എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്വസ്റ്റ്യൻ അകത്തുനിന്ന് എന്താ നമ്മൾ ഡിഫറൻസ് ആക്കി എഴുതുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത് എക്സാമിന്റെ സമയത്ത് എഴുതണ്ട, ബട്ട് ഈ ഒരു ബോക്സ് നിങ്ങൾ ഉറപ്പായിട്ടും എക്സാമിന് വരച്ചിരിക്കണം കേട്ടോ. പിന്നെ ഈ ഒരു ചാപ്റ്ററിന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. നമുക്ക് കാൽക്കുലേറ്ററിലെ സ്പീഡ് ഇച്ചിരി നമുക്ക് ചെയ്യണം, കാൽക്കുലേറ്ററിൽ തന്നെ ചെയ്ത് പഠിക്കാം. അപ്പൊ എന്ത് ചെയ്യാ, കുറച്ച് സ്പീഡ് ചെയ്യുന്ന സമയത്ത് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബോക്സസ് എല്ലാത്തിനും തന്നെ വരച്ചിരിക്കണം. എല്ലാ ക്വസ്റ്റിനും വരയ്ക്കേണ്ട ബോക്സസ് വൃത്തിയായിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് തന്നെ വരയ്ക്കാം. പിന്നെ നമ്പേഴ്സ് ഒക്കെ ഇതിനകത്ത് എഴുതുമ്പോഴേ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. കാരണം നമ്മൾ വരച്ചേക്കുന്നത് കുഞ്ഞായിട്ട് വരച്ചു വെച്ചേക്കാണെങ്കിൽ നമ്പേഴ്സ് അതിനകത്ത് എഴുതിയേക്കുന്നത് ചിലപ്പോൾ കാണാതെ പോകും. അപ്പൊ മാർക്ക് കുറഞ്ഞു പോലെ, അങ്ങനെ നമുക്ക് മാർക്ക് കളയാൻ പറ്റുമോ? ഇല്ലല്ലേ. അപ്പൊ നമ്പേഴ്സ് ഒക്കെ നമ്മൾ ആൻസേഴ്സ് എടുത്ത് എഴുതുന്നത് എന്ത് ചെയ്യാം, നല്ല വൃത്തിക്ക് തന്നെ എടുത്ത് വായിക്കാൻ നമുക്ക് പേപ്പർ നോക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ മാത്സ് ആണ്, ചെയ്യുമ്പം വെട്ടും കുത്തുമൊക്കെ വരും, സ്വാഭാവികമാണ്. എന്നാൽ മാക്സിമം വെട്ട് വരാതിരിക്കാൻ ട്രൈ ചെയ്യുക. ആദ്യത്തെ ഒരു 2-3 പേജൊക്കെ എങ്കിലും ഒരു പേപ്പർ എടുക്കുന്ന ഒരാൾക്ക് ചെറിയൊരു ഇംപ്രഷനൊക്കെ കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, നല്ല നീറ്റായിട്ട് അധികം വെട്ടും കുത്തൊന്നും വരാതെ ചെയ്യുക. വെട്ട് വരുമ്പോൾ വലിയ സീനില്ലടാ, നമ്മളിപ്പോ എഴുതിയിട്ട് എന്തെങ്കിലും ഒന്ന് എഴുതി വെച്ചോ, ഒരു വെട്ട് ഓക്കെ. പക്ഷെ ഉണ്ടല്ലോ ഇങ്ങനെ കുനുകുന വെട്ടല്ലേ, അത് ചെയ്യരുതേ. ഐ മീൻ അതങ്ങനെ തന്നെയാണ് പറയുന്നത്, ഇങ്ങനെ കുത്തി വരയ്ക്കരുത്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരൊറ്റ വെട്ടില് തീർത്തേക്കണം. നമ്മളിങ്ങനെ കറുപ്പിച്ച് വരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുക, പേന അല്ലെങ്കിൽ പെൻസിൽ വെച്ച് ഇതാക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇതായിട്ട് നിൽക്കും. ആ പേപ്പർ എടുക്കുമ്പോഴത്തേക്കും ഒരു ഇംപ്രഷൻ പോകൂല. അപ്പം കുറച്ച് ഇംപ്രഷൻ ഒക്കെ ആയിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2 പോയിന്റ് ഒക്കെ കൂടുതൽ കിട്ടിയാലോ, ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ല പിന്നുള്ള ആൻസർ ഒരു നല്ല ഇൻട്രസ്റ്റോടെ വായിക്കും അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, പേപ്പർ നന്നായിട്ട് പ്രസന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോയാലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുന്നു. അപ്പൊ നോക്കിയേ 10, 20, 30, 40, 50 എഴുതി. അതിന് തന്നെയുള്ള വാല്യൂസ് ഇവിടെ കൊടുക്കണേ. 10ന്റെ 5 ഇവിടെ കൊടുത്തു, 20യുടെ 8 ഇതാണ് ഇവിടെ കൊടുത്തു, ദെൻ 30യുടെ 10 ഇവിടെ കൊടുത്തു, ദെൻ 40യുടെ 7 ഇവിടെ കൊടുത്തു, 50യുടെ 5 ഇതാണ് ഇവിടെ കൊടുത്തു. ഇപ്പൊ എന്തിനാ എഴുതിയെന്ന് മനസ്സിലായോ? ഫ്രീക്വൻസി അതിന്റെ തന്നെ ഓർഡറിലാണ് എഴുതുന്നത്. അതായത് അവരവരുടെ, അതായത് 10ന്റെ 20ന്റെ ഒക്കെ അതത് ഫ്രീക്വൻസി തന്നെയാണ് നമ്മളിവിടെ എടുത്തെഴുതിയിരിക്കുന്നത്. അതിൽ നമ്മൾ ചേഞ്ച് വരുത്തുന്നില്ല കേട്ടോ. നമ്മൾ ഓർഡറിലാക്കി എഴുതുന്ന ആരെയാണ്? യെസ്, എക്സ് തന്നെയാണ് അല്ലേ. യെസ്. ദെൻ ഇനിയാണ് പറയാൻ പോകുന്നത് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എന്താണ്. മിസ് പറഞ്ഞു FIയുടെ സം ചെയ്ത് വെക്കുന്നതാണ്. അതായത് ഇനി ഈ FIയെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ 2 കോളം ശ്രദ്ധിച്ചോണേ. എടാ ഇവിടെ 5 കണ്ടോ, 5 നമ്മൾ എടുത്തെഴുതി. എന്ത് ചെയ്യും, 5 + 8 എത്ര, 13 അല്ലേ. അതായിരിക്കും നമ്മുടെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ വരുന്നത്. നോക്കിയേ, 5 + 8 + 10 23 വരും. ഇനി 7, 5 + 8 + 10 + 7 എത്ര വരും, 30. 5 + 8 + 10 + 7 + 5 35. ഇത് ഇങ്ങനെ തന്നെ സം ചെയ്യണമെന്നില്ല, നമുക്ക് അല്ലാതെ സം ചെയ്യാം. എങ്ങനെ, സം ചെയ്യുമ്പോൾ 5 ഇവിടെ വന്നു, 5 കിട്ടി. ഈ 5ന്റെ കൂടെ, അതായത് ഈ 5ന്റെ കൂടെ ഈ 8 ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 13 കിട്ടും. ഈ 13ന്റെ കൂടെ ഈ 10 ആഡ് ചെയ്യുക, അപ്പൊ നമുക്ക് 23 കിട്ടും. ഈ 23യുടെ കൂടെ 7 ആഡ് ചെയ്യുക, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 30 കിട്ടും. 30യുടെ കൂടെ 5 ആഡ് ചെയ്യുക, 35 കിട്ടും. സിമ്പിൾ അല്ലേ. ഇതിങ്ങനെ ആഡ് ചെയ്താലും ഓക്കെ, അല്ലാതെ ചെയ്താലും ഓക്കെ. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ രീതി ചെയ്യാം. സെറ്റ് അല്ലേ. അങ്ങനെ നമ്മള് ആരെയൊക്കെ കണ്ടുപിടിച്ചു, XI കണ്ടുപിടിച്ചു. XI നമ്മൾ എന്ത് ചെയ്തു, ഓർഡറിൽ എഴുതി. ദെൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. ഇനി നോക്കിയാൽ ഇതിനകത്ത് N എന്ന് പറയുന്നതാണ് ഈ 35 ഇല്ലേ, ഈ 35 ആണ് N എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഈ FIയുടെ സമ്മില്ലേ, അത് തന്നെയാണ് നമ്മൾ എന്ത് ഇവിടെ പറയുന്നത് N. അപ്പൊ ഇവിടെ നമ്മൾ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ആയതുകൊണ്ട് ലാസ്റ്റ് വരുമ്പോൾ അതിന്റെ ടോട്ടൽ സം തന്നെയായിരിക്കുമല്ലോ നടക്കുന്നത്. അപ്പം 35 ആണ് നമ്മുടെ N വരുന്നത്. അപ്പൊ എന്ത് ചെയ്തു, N = 35. അങ്ങനെയാണെങ്കിൽ മിസ് പറഞ്ഞായിരുന്നു N/2 ആണ് കണ്ടുപിടിക്കേണ്ടത്. N/2 കണ്ടുപിടിക്കണം അല്ലെ. N/2 കണ്ടുപിടിക്കണമെങ്കിലോ N 35 ആണെങ്കിൽ N/2 എന്ന് പറയുന്നത് എന്തായിരിക്കും, 35/2 = എന്ത് വരും, 17.8 വരും. 17.8 ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. അപ്പം 17.8 എന്ന് പറയുന്നത് ഏത് മീഡിയം ക്ലാസ് വരുന്ന, ഇവിടെ 13 വരെ വന്നു. ഇവിടെ നമുക്ക് 13 വരെ വന്നു. ഇത് താഴോട്ട് അല്ലെ, ഇവിടെ ഈ ഒരു ഏരിയയിലല്ലേ നമുക്ക് 70 കിടക്കുന്നത്, 17.5 കിടക്കുന്നത്. നമ്മുടെ ആൻസർ
അപ്പൊ ഏത് മീഡിയം ക്ലാസ്സിലാ? യെസ്, 30 വരുന്ന മീഡിയം ക്ലാസ്സിലല്ലേ കിടക്കുന്നേ. 17.5 ആണ് എടാ. യെസ്, 17.5 ആണ്. യെസ്, അപ്പൊ 17.5 ആണ് കിടക്കുന്നത്. ഏത് മീഡിയം ക്ലാസ്സാ? മീഡിയം ക്ലാസ് 30-ലല്ലേ കിടക്കുന്നേ? 30-ലല്ലേ? യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതും സെറ്റ് ആക്കി. നോക്കിയേ, ക്ലാസ് ഇന്റർവെലിന്റെ ടേമിലാണെങ്കിലോ മീഡിയം കണ്ടുപിടിക്കാൻ നമുക്ക് അതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതാണ്? m = L + n/2 - CF / f × h. എന്താ മിസ് എല്ലും CF എഫും h ഒക്കെ? നമുക്ക് നോക്കാം. മിസ് ഏതായാലും ഈ ഡെഫിനിഷന്റെ ഒപ്പം ഇത് എന്താണെന്ന് പറയാം. എനിക്കറിയാം അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടില്ല. ബട്ട് നമ്മളൊരു പ്രോബ്ലം ഇപ്പൊ ചെയ്യും. ആ പ്രോബ്ലത്തിന്റെ ഒപ്പം മിസ് എന്ത് ചെയ്യാം, ഒന്നും കൂടെ അത് പറഞ്ഞ് സെറ്റ് ആക്കാം. അപ്പൊ നമുക്ക് നോക്കിയാലോ. യെസ്, എടാ ഈ L എന്ന് പറയുന്നുണ്ടല്ലോ, L എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് മീഡിയം ക്ലാസ് ആണ്. നമുക്ക് എടുത്തിരിക്കുന്ന മീഡിയം ക്ലാസിന്റെ ലോവർ ലിമിറ്റിനാണ് എന്ത് വിളിക്കുന്നത്? L എന്ന് പറയുന്നത്. ഇനി n/2 എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയാം അല്ലെ. CF എന്ന് പറയുന്നത് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ പ്രിസീഡിംഗ് മീഡിയം ക്ലാസ്. മീഡിയം ക്ലാസിന്റെ തൊട്ട് മുന്നത്തെ, അതായത് പ്രിസീഡിംഗ് മീൻസ് തൊട്ട് മുന്നത്തെ ക്ലാസിന്റെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് എന്ത്? CF എന്ന് പറയുന്നത്. ഇനി F എന്ന് പറയുന്നതോ? F എന്ന് പറയുന്നത് തന്നിരിക്കുന്ന, നമ്മൾ എടുത്തിരിക്കുന്ന മീഡിയം ക്ലാസിന്റെ ഫ്രീക്വൻസിയാണ് F. ഇനി H എന്ന് പറയുന്നത് ഒന്നുമില്ലടാ മക്കളെ, നമ്മുടെ ക്ലാസ് ഇന്റർവെൽ ആണ്. അപ്പൊ നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ. യെസ്, ഈ ഒരു പ്രോബ്ലം നോക്കിക്കേ. 10, 20 വരുന്ന ഫ്രീക്വൻസി F, 20, 30, 3, 30, 40, 5, 40, 50, 3. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു കേസിൽ നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കണ്ടേ? എക്സ് എന്താന്നിരിക്കുന്നത് ക്ലാസ് ഇന്റർവെലിന്റെ ബേസിസിലല്ലേ, ക്ലാസ് ഇന്റർവെൽ ആയിട്ടല്ലേ. അപ്പൊ നമ്മൾ എക്സ് കണ്ടുപിടിക്കണ്ടേ. യെസ്, അപ്പൊ ആദ്യം എക്സ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? യെസ്, 10 + 20 / 2 പോലെ ഓരോന്നും ചെയ്യും. ഇപ്പൊ 50 വരും, 25, 35, 45. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അതുപോലെ തന്നെ അല്ലേ. അത് കഴിഞ്ഞിട്ട് മിസ് പറഞ്ഞായിരുന്നു എന്തിനാണ് കണ്ടുപിടിക്കേണ്ടത്? ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി 4, +3 വരുമ്പോൾ 7, 5 കൂടെ ആഡ് ചെയ്യുമ്പോൾ 12, 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 15. ഇനി നോക്കിക്കേ, ഇനി നമുക്കിപ്പോ ആരെയാ കിട്ടിയത്? ആരെ കിട്ടി? n കിട്ടി. n എത്ര കിട്ടിയേ? 15 കിട്ടി. അങ്ങനെയാണെങ്കിൽ n/2 എന്ന് പറയുന്നത് എത്ര? 15/2 എത്ര വരും മക്കളെ? 7.5 വരും. 7.5 വരും. ഇനി നോക്കിയേ, ഇതില് 7.5 വരുന്നത് ഏത് ക്ലാസ് ഇന്റർവെല്ലാടാ? 7.5 തന്റെ 7 വരെ ഇവിടെ വന്നു. ഇപ്പം 0.5 ഇവിടെ വരും തന്റെ ഈ ഒരു ക്ലാസ്സിലായിരിക്കില്ലേ വരുന്നത്? 30, 40 എന്നുള്ള ക്ലാസ്സിലായിരിക്കില്ലേ വരുന്നത്? അങ്ങനെയാണെങ്കിൽ നോക്കി ഇവിടെ എഴുതാവേ മിസ്സേ. മീഡിയന്റെ ഇക്വേഷൻ എത്ര വരുന്നത്? അല്ല, ഇവിടെ എഴുതാവേ. മീഡിയന്റെ ഇക്വേഷൻ എന്താ വരുന്നത്? നമ്മളിപ്പോ പഠിച്ചത് L + n/2 - CF / f × h ആണ് എന്ത്? നമ്മുടെ ഇക്വേഷൻ അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ L എന്താന്നാ മിസ് പറഞ്ഞേ? ലോവർ ലിമിറ്റ് അല്ലെ, ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. നമ്മൾ എടുക്കുന്ന ക്ലാസ് ഏതാണ്? 30, 40 എന്ന് പറയുന്ന ക്ലാസ് ആണ് നമ്മൾ എടുക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എടുത്തതാണ്? 7.5 എന്ന് പറയുന്നത് ഈ ഒരു ക്ലാസ് ഇന്റർവെല്ലിൽ വരുന്നുണ്ട് അല്ലെ. അതിലെ ലോവർ ലിമിറ്റ് ഏതാ? തന്റെ ഈ 30 അല്ലേ മക്കളെ ലോവർ ലിമിറ്റ് വരുന്നത്. അപ്പൊ എന്ത് വരും? 30 പ്ലസ് നോക്കിയേ, n/2 എത്ര? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 7.5. മൈനസ് CF എന്താ? CF എന്താന്ന് മിസ് പറഞ്ഞേ? യെസ്, നമ്മൾ എടുത്തിരിക്കുന്ന ക്ലാസിന്റെ പ്രിസീഡിംഗ് എന്ന് വെച്ചാൽ എന്താ? തൊട്ട് മുന്നത്തെ അല്ലെ, മുന്നത്തെ ക്ലാസിന്റെ ഫ്രീക്വൻസി, ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ആണെന്ന് പറഞ്ഞു. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഏതാ മക്കളെ? ഏതാണ്ടേ ഇവിടെ നോക്കിയേ, 7 അല്ലേ. അപ്പം -7 / f എന്താന്നാ മിസ് പറഞ്ഞേ? എടുത്തിരിക്കുന്ന ക്ലാസിന്റെ, നമുക്ക് ഏതാ എടുത്തത്? 30 to 40 അല്ലെ. ആ ക്ലാസിന്റെ ഫ്രീക്വൻസി ഏതാ? 5 അല്ലേ. ഏതാണ്ട് ഇവിടെ നോക്കിയേ, 5 അല്ലേ. അപ്പം /5 × h എന്താന്നാ പറഞ്ഞേ? ക്ലാസ് ഇന്റർവെൽ ആന്ന് പറഞ്ഞു.
ക്ലാസ് ഇന്റർവൽ എന്ന് വെച്ചാൽ എന്താ? അതാണ് ഇവിടെ നോക്കി 10 - 20 എത്ര? അവർ തമ്മിലുള്ള ബ്രേക്ക് ഇല്ലേ, അതാണ് 10 വരില്ലേ. അപ്പം h എന്ന് പറയുന്നത് ഇവിടെ 10 ഈക്വൽ ടു എന്ത് വരും? 30 പ്ലസ് 7.5 ഡിവൈഡഡ് ബൈ 7.5 മൈനസ് 7 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 10 എന്ന് പറയുന്നത് എത്ര? 1 അല്ലേ? ഈക്വൽ ടു 31 വരും. ഈക്വൽ ടു 31 നമുക്ക് ആൻസർ വരും. സെറ്റ് അല്ലേടാ മക്കളെ? സിമ്പിൾ അല്ലേ? ഇപ്പൊ നമ്മൾ ആ ഇക്വേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ഓക്കെ അല്ലേ? പെർഫെക്റ്റ്. ഓക്കെ അതെ, യെസ്, സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് നോക്കിയാലോ. എടാ, ഇനിയാണ് നമ്മുടെ മെയിൻ കളത്തിലേക്ക് വരുന്നത് ഈ ചാപ്റ്ററിന്റെ. റേഞ്ച്, മെയിൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? വേരിയൻസും പഠിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ ഏറ്റവും എളുപ്പമുള്ള സാധനം റേഞ്ച് നോക്കിയാലോ. യെസ്, റേഞ്ച് എന്ന് പറയുന്നത്, ഒരു സീരീസിന്റെ റേഞ്ച് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ. മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ എന്താ? ഏതാ മിസ് മാക്സിമം മിനിമം വാല്യൂ? നമുക്ക് നോക്കാം. എടാ തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരാണെങ്കിൽ ഫൈൻഡ് ദ റേഞ്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് മാർക്സ് 12, 15, 22, 18, 14. ഇതില് ഹയസ്റ്റ് വാല്യൂ ഏതാ? എടാ ഇതിൽ വലുത് ഏതാ? 22 അല്ലേ വലുത്. അപ്പൊ നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ 22 മൈനസ് ലോവസ്റ്റ് വാല്യൂ ഇപ്പൊ ഏതായിരിക്കും? ചെറുതേതാ? യെസ്, അതെ 12 അല്ലേ. അപ്പം മൈനസ് 12 ഈക്വൽ ടു എത്ര വരും മക്കളെ? 10 ആൻസർ വരും. സിമ്പിൾ അല്ലേ? സെറ്റ് അല്ലേടാ? അങ്ങനെയാണെങ്കിൽ ഇതാണ് അടുത്ത് നോക്കിയേ. ഇങ്ങനാണ് ഡേറ്റ തന്നിരിക്കുന്നതെങ്കിൽ ഫൈൻഡ് ദ ഫോളോയിങ് ഫ്രീക്വൻസി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ 10, 15, 20, 25 എന്നുള്ള റേഞ്ചിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇതിന്റെ റേഞ്ച് എന്തായിരിക്കും? ഇതിലെ ഹയസ്റ്റ് വാല്യൂ ഏതാ? നോക്കിയേ 25 അല്ലേ ഹയസ്റ്റ് വാല്യൂ. അപ്പം 25 മൈനസ് ലോവസ്റ്റ് വാല്യൂ ഏതാ? 10 അല്ലേ ലോവസ്റ്റ് വാല്യൂ. മൈനസ് 10 ഈക്വൽ ടു റേഞ്ച് എത്ര വരും മക്കളെ? റേഞ്ച് ഈക്വൽ ടു 15 എന്ന് വരും. സിമ്പിൾ അല്ലേ? ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. അപ്പൊ റേഞ്ച് സെറ്റ് ആയില്ലേ? ഇനി നമുക്ക് ഒരു ടൈപ്പും കൂടി ഇല്ലേ, എഴുതി നോക്കി. ഇതിങ്ങനെ തന്നിരിക്കുന്നെങ്കിലോ, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കും? എടാ ഇതിന്റെ ഹയസ്റ്റ് വാല്യൂ വരുന്ന നോക്കിയേ, ഈ 40 ആണ് ഹയസ്റ്റ് വാല്യൂ. ലോവസ്റ്റ് വാല്യൂ ഈ 0 അല്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ റേഞ്ച് എന്ത് വരും? 40 മൈനസ് 0 ഈക്വൽ ടു എന്താ? 40 തന്നെയല്ലേ വരുന്നത്. ഇതാണ്ടേ, സെറ്റ് അല്ലേ? അപ്പൊ നമ്മള് റേഞ്ച് സെറ്റ് ആക്കി. ഇനി നമുക്ക് എന്താ നോക്കണ്ടേ? മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഡീവിയേഷൻ ഓഫ് ആൻ ഒബ്സർവേഷൻ എക്സ് ഫ്രം എ ഫിക്സഡ് വാല്യൂ എ. എ എന്ന് പറയുന്ന ഒരു ഫിക്സഡ് വാല്യൂയിൽ നിന്നുള്ള എക്സ് എന്ന് പറയുന്ന ഒബ്സർവേഷനുള്ള ഡീവിയേഷൻ ആണ് നമ്മൾ മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. In order to find the dispersion of the value of x from a center value a, we need to find the deviation about a. Okay, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു മീൻ ഡീവിയേഷന്റെ ഇക്വേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സം ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡീവിയേഷൻ ഫ്രം എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആയിരിക്കും മീൻ ഡീവിയേഷൻ അല്ലെ. ഇവിടെ ഒരു എ കൊടുത്തിട്ടില്ലേ, ഇതെന്താണുള്ളത് ഞാൻ പറയാവേ. ഇനിയിപ്പം നോർമലി ഇപ്പൊ എ പറഞ്ഞില്ലേ, എ വെച്ചിട്ടാണെങ്കിൽ നമ്മളൊരു അൺഗ്രൂപ്ഡ് ഡേറ്റയുടെ മീൻ ഡീവിയേഷൻ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും സിഗ്മ I2 1 N, അതായത് 1 തൊട്ട് I എന്ന് പറയുന്നത് 1 തൊട്ട് N വരെ എന്നുള്ള ഉദ്ദേശിക്കുന്നത് മോഡുലസ് xi മൈനസ് എ ഡിവൈഡഡ് ബൈ N ഇതായിരിക്കും ഇക്വേഷൻ വരുന്നത്. ഇനി നമുക്ക് മീൻ ഡീവിയേഷൻ രണ്ടെണ്ണം പഠിക്കാനുണ്ട്. അതായത് ഇപ്പൊ എ പറഞ്ഞില്ലേ, അതിന്റെ അവിടെ വരുന്നത് എന്താന്ന് പറയാൻ പോവാം. മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇപ്പം മീൻ ഡീവിയേഷൻ അബൌട്ട് മീനെ ആണ് പറയുന്നതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? നമ്മുടെ സെയിം ഇക്വേഷൻ തന്നെ, പക്ഷെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഏതാ? xi മൈനസ് മീൻ ആയിരിക്കും വരുന്നത്. എയുടെ പ്ലേസിൽ എന്തോന്നു? മീൻ വരുന്നു. ഡിവൈഡഡ് ബൈ n. ഓക്കെ, ഡിവൈഡ് ബൈ n വരും. നോക്കിയാലോ? അതെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ
ഫോർ ദി ഫോളോയിങ് ഡേറ്റ. എടാ മക്കളെ, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആരെ കണ്ടുപിടിക്കണം? ആദ്യം നമ്മൾ മീൻ കണ്ടുപിടിക്കണം. ആരെ കണ്ടുപിടിക്കണം? മീൻ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ഡേറ്റയുടെ മീൻ എന്തായിരിക്കും? ഈ ഡേറ്റയുടെ മീൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? യെസ്, ഇതിന്റെ എല്ലാം സം ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ അല്ലേ? അപ്പൊ നോക്കിയേ, 6 + 7 + 10 + 12 + 13 + 4 + 8 + 12 ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഉണ്ട്? 8 ഇല്ലേ? ഡിവൈഡ് ബൈ 8 ചെയ്യണം. ഈക്വൽ ടു എത്രയാണ്? ഇതിന്റെ സം വരുമ്പം 72 വരും. ഡിവൈഡഡ് ബൈ 8 എത്ര മക്കളെ വരുന്നേ? 9 വരും അല്ലേ? ഈക്വൽ ടു 9 വരും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചു? മീൻ കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ അടുത്ത ഇക്വേഷൻ പറഞ്ഞേക്കുന്നത് എന്താണ്? യെസ്, മോഡുലസ് xi മൈനസ് മീൻ ചെയ്യണം. അതായത് ഈ 6, 7 പോലെയുള്ള ഓരോ നമ്പറിൽ നിന്നും മീൻ ആദ്യം കുറയ്ക്കണം, എന്നിട്ട് അതിന്റെ മോഡുലസ് എടുക്കണം. അതെങ്ങനെ മിസ്സേ? നമ്മുടെ മിസ്സോട് ഒരു ടേബിൾ ആയിട്ട് തന്നെ വരച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ എക്സാം എഴുതുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ടേബിൾ ആയിട്ട് തന്നെ വരയ്ക്കണം കേട്ടോ. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? xi മൈനസ് മീൻ എന്ത് ചെയ്തു? കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിയേ, 6-നകത്തുനിന്ന് മീൻ എത്ര കണ്ടുപിടിച്ചേ? 9 അല്ലേ? 9 കുറയ്ക്കുമ്പോൾ -3. 7-നകത്തുനിന്ന് 9 കുറയ്ക്കുമ്പോഴോ -2. ഇനി അങ്ങനെ എന്ത് ചെയ്യണം? ഇതിനകത്തുനിന്ന് എല്ലാത്തിനും നമ്മൾ എന്ത് കൊടുക്കണം? 9 കുറയ്ക്കും. നമ്മൾ എന്ത് ചെയ്തു? ഓൾറെഡി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ? 9 കുറച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ കണ്ടോ, ഇവിടെ വരുമ്പോഴത്തേക്കും -3 അല്ലേ? ഇതിനെ മോഡുലസ് ആക്കണം. മോഡുലസ് എടുക്കണം. മോഡുലസ് എടുക്കാന്ന് വെച്ചാൽ എന്താ? എടാ, ഒരു നെഗറ്റീവ് നമ്പറിന്റെ മോഡുലസ് എടുക്കുവാണെങ്കിൽ അതിന്റെ ആൻസർ വരുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. ഇനി പോസിറ്റീവ് നമ്പറിന്റെ ആണെങ്കിലോ പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ മോഡുലസ് കാണുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സിന്റെ അവിടെ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. പോസിറ്റീവ് നമ്പേഴ്സിന്റെ ആൻസർ പോസിറ്റീവ് നമ്പർ തന്നെയായിരിക്കും മോഡുലസ് ഇട്ടാലും അല്ലല്ലോ അല്ലേ? അപ്പം നെഗറ്റീവ് നമ്പർ വരുമ്പോൾ മോഡുലസ് ഇട്ടാൽ ആൻസർ എന്താവും? പോസിറ്റീവ് ആവും. അപ്പൊ അതൊന്ന് ഓർത്തോണം. എന്ത് ചെയ്യാം? അതിന്റെ മോഡുലസ് എടുക്കും. അപ്പൊ എന്ത് വരും? 3, 2, 1 എല്ലാത്തിനും ഇത് മോഡുലസ് എടുത്തല്ലേ? 3, 4, 5, 1, 3. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്? യെസ്, ഇതിന്റെ മോഡുലസിന്റെ സം എടുക്കണം. അതായത് ഇത്രയുള്ളതിലെ ഇതിന്റെ സം എടുക്കണം. എത്ര നമുക്ക് കിട്ടിയേ? യെസ്, നമുക്ക് 22 എന്ന് ആഡ് ചെയ്തപ്പോൾ കിട്ടും. 3 + 2 + 1 + 3 + 4 + 5 + 1 + 3 എത്ര വരുന്നത്? 22 വരും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? യെസ്, xi മൈനസ് മീനിന്റെ മോഡുലസിന്റെ സമ്മ് കണ്ടുപിടിച്ചില്ലേ? അതെ, ഈ ഒരു സൈൻ കാണുമ്പോൾ ആദ്യം ഓർത്തോണം എന്താണ്? സമ്മാണ് അല്ലേ? യെസ്, എത്ര കണ്ടുപിടിച്ചേ? 22 കണ്ടുപിടില്ലേ? 22 കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ വേണ്ടേ? നമ്മൾ ആദ്യം എന്ത് ചെയ്തു? മീൻ കണ്ടുപിടിച്ചു. ദെൻ xi മൈനസ് മീനിന്റെ സമ്മ് കണ്ടുപിടിച്ചു, മോഡുലസിന്റെ സമ്മ് കണ്ടുപിടിച്ചു. ഇനി മിസ് എന്താ പറഞ്ഞേ? n വേണ്ടേ? n എന്താ മക്കളെ? യെസ്, നമ്പർ ഓഫ് ടേംസ് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ? 8 അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിയേ, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ, ബ്രാക്കറ്റിൽ ആ മീനിന്റെ സൈൻ എന്ന കാര്യം എന്നാ? മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്നാണ് വായിക്കുന്നത്. ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ ആയിരുന്നു സിഗ്മ xi മൈനസ് മീനിന്റെ മോഡുലസ് ഡിവൈഡഡ് ബൈ n അല്ലേ? തണ്ടേ മേളത്ത് നമ്മൾ 22 കണ്ടു. ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്? തണ്ടേ 8 ഇല്ലേ? 8 ഈക്വൽ ടു എത്ര വരും മക്കളെ? 22 ഡിവൈഡ് ബൈ 8 എന്ന് പറയുന്നത് 2.75 വരില്ലേ? 2.75 വരില്ലേ? യെസ്. അപ്പം സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? പക്ക അല്ലേ? അങ്ങനെയാണെങ്കിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണെങ്കിലോ ഇങ്ങനെയുള്ള വരുന്ന ഡേറ്റ, അതായത് ഇപ്പൊ നമ്മൾ കാണിച്ചില്ലേ ദാണ്ടെ ഈ മോഡൽ ഡേറ്റയുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഒരു ചേഞ്ച് വരുള്ള സെയിം ഇക്വേഷൻ തന്നെ ഒരു ചേഞ്ച് ഉള്ളൂ. ഏതാ? യെസ്, മീനിന് വരെ അവിടെ മീഡിയൻ ആയിരിക്കും നമ്മൾ കുറയ്ക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? യെസ്, നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. അപ്പൊ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? മീഡിയൻ കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കണ്ടേ? മീഡിയൻ കണ്ടുപിടിക്കണം. അപ്പൊ ഈ തന്നിരിക്കുന്ന ഡേറ്റയുടെ മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കും? മിസ് എന്താ പറഞ്ഞല്ലേ? ഒന്നെങ്കിൽ എന്ത് ചെയ്യണം?
ഓർഡറിലാക്കി എഴുതണം അല്ലെ, അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ എഴുതണം. നമുക്ക് എഴുതിയാലോ 3 3 4 5 9 7 ഉണ്ടല്ലോടാ 7 9 10 12 18 19 21. യെസ്. ഇത് എത്ര എണ്ണം ഉണ്ട്? ഇതിന്റെ എടുക്കുമ്പോഴത്തേക്കും അതെ 9 അല്ലേ നമ്മുടെ മീഡിയം വരുന്നത്. 9 അല്ലേ നമ്മുടെ മീഡിയം വരുന്നത്. അപ്പൊ മീഡിയൻ എന്താണ്? മീഡിയൻ ഈക്വൽ ടു നമുക്ക് 9 കിട്ടും അല്ലേ. ഓഡ് നമ്പറല്ലേ കിടക്കുന്നതുകൊണ്ട് 9 വരും. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെയിൻ ഡീവിയേഷൻ അബൌട്ട് ബ്രാക്കറ്റിൽ എന്താണ് മീഡിയൻ ലെവൽക്ക്, അപ്പം എം ഇടണം. ഈക്വൽ ടു എന്ത് വരും മക്കളെ? എന്താ നമ്മുടെ ഇക്വേഷൻ? സിഗ്മ xi മൈനസ് എമ്മിന്റെ മോഡുലസ് ഡിവൈഡഡ് ബൈ n അല്ലേ. ഇനി അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? xi മൈനസ് എമ്മിന്റെ മോഡുലസ് കണ്ടുപിടിക്കണ്ടേ? അങ്ങനെയാണ് മിസ്സാണ്ട് സെറ്റ് ചെയ്തേക്കുന്നത്. 3 ആരെ കുറയ്ക്കണം? മീഡിയനായ 9 കുറയ്ക്കണം. 3 മൈനസ് 9 9 മൈനസ് 9 ഇവിടെ എക്സ് മൈനസ് എം എന്നുള്ളത് xi മൈനസ് എം എന്നുള്ളതിന്റെ ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഈ ഒരു ബോക്സ് നിങ്ങൾ എക്സാമിന് എടുത്ത് എഴുതണേ. മിസ് വീണ്ടും പറയാണ് ഈ ചാപ്റ്ററിൽ ബോക്സസ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ എന്ത് ചെയ്യണം? 5 മൈനസ് 9 -4 വരും. ഇനി അത് മോഡുലസ് എടുക്കുന്ന ആരും പറഞ്ഞു വരും. അപ്പൊ മോഡുലസ് എടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? -6 ഇവിടെ 6 ആവും, ഇവിടെ 0 0 തന്നെ, -4 ഇവിടെ 4 ആവും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡേറ്റയുടെ എല്ലാത്തിന്റെയും എന്ത് ചെയ്യണം? xi മൈനസ് എമ്മും അതിന്റെ മോഡുലസും എടുത്ത് എഴുതണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഈ xi മൈനസ് എമ്മിന്റെ മോഡുലസിന്റെ സം എടുക്കണ്ടേ? സം എത്രയാണെന്ന് നമുക്ക് വന്നേ? അതായത് 6 + 8 0 + 4 + 6 + 3 + 1 + 9 + 5 + 2 + 10 + 12 എത്ര വരും മക്കളെ? 58 വരും. അതായത് സിഗ്മ xi മൈനസ് എമ്മിന്റെ സം എന്ന് പറയുന്നത് എത്ര? 58 വരും. ഇനി ഇവിടെ n എത്രയായിരുന്നു? എത്ര നമ്പർ ഉണ്ട്? എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 11 എണ്ണമാണ്. അപ്പൊ n എന്ന് പറയുന്നത് 11. അപ്പം നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ഇവിടെ ഇക്വേഷൻ അനുസരിച്ച് എന്ത് വരും? അതെ, ഇത് 58 ഡിവൈഡഡ് ബൈ n എത്ര? 11 അല്ലേ? 11 എത്ര വരും മക്കളെ? 5.27 5.27 ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. 5.27 ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ദെൻ ഇനി ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡേറ്റയുടെ ആണെങ്കിൽ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡേറ്റയുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ നോക്കിയാലോ? മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ നോക്കിയാലോ? അപ്പൊ നമ്മുടെ ഇക്വേഷൻ വരുന്ന നോക്കണം. നമ്മൾ നേരത്തെ എഴുതിയ xi മൈനസ് മീൻ ഉണ്ട്. താഴെ മറ്റേ സ്മോൾ ലെറ്റർ n അപ്പുറത്തെ മറ്റേ ഡേറ്റയ്ക്ക് അല്ലായിരുന്നു. ഇവിടെ വരുമ്പോ എന്തായിരിക്കും? ക്യാപിറ്റൽ ലെറ്റർ n. ക്യാപിറ്റൽ ലെറ്റർ n എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ fi ആണ് അല്ലേ? സിഗ്മ fi അല്ലേ? അത് കൂടാതെ ഇവിടെ ഒരാളും കൂടെ ആഡ് ആവും. ഏതാണ്? fi. അതായത് fi ഇൻറ്റു xi മൈനസ് മീനിന്റെ മോഡുലസ് ആണ് എടുക്കുന്നത്. ഡിവൈഡഡ് ബൈ n ചെയ്യണം. ഡിവൈഡഡ് ബൈ n ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഫോർ ദ ഫോളോയിങ് ഡേറ്റ. തന്നിരിക്കുന്ന ഡേറ്റയുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണണം. അപ്പൊ മിസ് പറഞ്ഞു അബൌട്ട് മീൻ ആണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? യെസ്, മീൻ ഏതാന്ന് കണ്ടുപിടിക്കണം. xi തന്നിട്ടുണ്ട്, fi തന്നിട്ടുണ്ട്. മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സിഗ്മ xi fi ഡിവൈഡഡ് ബൈ n അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? സിഗ്മ xi fi കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? xi fi കണ്ടുപിടിക്കണം. അപ്പം xiയും fiയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ സം എടുക്കണം. നോക്കിയേ, മൾട്ടിപ്ലൈ ചെയ്തു. 2 × 2 4, 5 × 8 40, 6 × 10 60, 8 × 7 56, 10 × 8 80, 12 × 5 60. അപ്പൊ ടോട്ടൽ എത്ര വരും മക്കളെ? ടോട്ടൽ 300 വരും. അപ്പം
സിഗ്മ എക്സ് ഐ എഫ് ഐ എന്ന് പറയുന്നത് എത്രയാണ് 300 വരും. ഇനി നമുക്ക് നോക്കിയേ താഴെ ക്യാപിറ്റൽ ലെറ്റർ എൻ എഫ് ഐയുടെ സംഭവം വേണ്ടേ, അതെന്താ 2 + 8 + 10 + 7 + 8 + 5 എത്ര വരും? 40 വരും. അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? സിഗ്മ എക്സ് ഐ എഫ് ഐ എന്ന് പറയുന്നത് 300 കണ്ടുപിടിച്ചു. ദെൻ എൻ എന്ന് പറയുന്നത് 40 കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മീൻ എത്ര വരുന്നത്? 300/40 വരില്ലേ? എത്ര വരും? 7.5 വരും അല്ലേ? 7.5 വരും. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനിന്റെ ഫോർമുല എന്തായിരുന്നു? സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് മീനിന്റെ മോഡുലസ് ഡിവൈഡ് ബൈ എൻ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എക്സ് ഐ മൈനസ് മീനിന്റെ മോഡുലസ് കണ്ടുപിടിക്കണം. നോക്കിയാൽ എക്സ് ഐ മൈനസ് മോഡുലസ് മീനിന്റെ മോഡുലസ് നമ്മൾ എടുത്തു. അതായത് ഈ എക്സ് ഐ ഇല്ലേ, എക്സ് ഐ ഇതാണ് നമ്മുടെ എക്സ് ഐ. 2, 5, 6, 8, 10, 12 വരെയുള്ളത്. ഇതിൽ ഓരോന്നിനകത്തുനിന്നും ആരെ കുറയ്ക്കണം? യെസ്, നമ്മുടെ മീൻ എത്ര കണ്ടുപിടിച്ചാൽ 7.5 അല്ലേ? അത് കുറയ്ക്കണം. അപ്പൊ 2 - 7.5 എന്ന് പറയുന്നത് -5.5 വരും. അതിന്റെ മോഡുലസ് ആണ് ഇവിടെ മോഡുലസ് എടുത്തേക്കുന്നത്. 5.5 വരും. ഇനി 5 - 7.5ന്റെ മോഡുലസ് എടുക്കുമ്പോൾ എന്താ? 2.5. അത് താഴെ 6-നകത്തുനിന്നാണെങ്കിലോ 1.5, 8-നകത്താണെങ്കിൽ 0.5, 10-നകത്താണെങ്കിൽ 2.5, 12-നകത്താണെങ്കിൽ 4.5. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതുകൊണ്ട് തീർക്കാൻ പറ്റുമോ? ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ സം എടുക്കണോ? അല്ല, ഇപ്പോഴല്ല സം എടുക്കേണ്ടത്, ഒരാളെയും കൂടെ ഉണ്ടല്ലേ. ഈ എഫ് ഐ കൊണ്ട് ഇതിനെ ഓരോന്നിനെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് എഫ് ഐ 2നെ കൊണ്ട് 5.5നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 11 വരും. ഇനി 8നെ 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 വരും. അങ്ങനെ ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11, 20, 15, 3.5, 20, 22.5 നമുക്ക് ആൻസർ വരും. ഇനി ഇതിന്റെ സമ്മ് വേണം നമുക്ക് എടുക്കാൻ വേണ്ടി. ഇതിന്റെ സമ്മ് എത്ര വരും? യെസ്, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 92 കിട്ടും. 92 വരും. അപ്പൊ നമ്മൾ ഏതാ ഇപ്പൊ കണ്ടുപിടിച്ചേ? സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് മീനാണ്. യെസ്, ഈക്വൽ ടു എത്ര നമുക്ക് നമ്മൾ കണ്ടുപിടിച്ചേ? 92 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എൻ എത്ര ആയിരിക്കും? എൻ എന്ന് പറയുന്നത് എന്താ? യെസ്, എഫ് ഐയുടെ സമ്മല്ലേ? എത്ര വരും? 40. അങ്ങനെയാണെങ്കിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എത്ര ആയിരിക്കും ഇവിടെ വരുന്നത്? 92 ഡിവൈഡഡ് ബൈ n 40 അല്ലേ? അപ്പം 40 ചെയ്യും. ഈക്വൽ ടു എത്ര വരും? 2.3 വരുമല്ലേ? 2.3 എന്ന് നമുക്ക് ആൻസർ വരും. സെറ്റ് അല്ലേടാ? ദെൻ അടുത്ത് നോക്കിക്കേ, മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഡിസ്ക്രീറ്റ് സീരീസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ തന്നെ എന്താണ്? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനാ ചോദിച്ചേക്കുന്നത്. അതിന് എന്താ വരുന്നത്? ഒന്നുമില്ല മക്കളെ, നമ്മുടെ ഒരു ചേഞ്ച് ഉള്ളതാ. യെസ്, എക്സ് ഐ ആകുന്ന മീഡിയൻ ആണ് കുറയ്ക്കുന്നത്. ബാക്കി കണ്ടേ ഇതിന്റെ സെയിം ഇക്വേഷൻ തന്നെ. സിമ്പിൾ അല്ലേ? ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞേക്കുക മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കാണാൻ വേണ്ടി. അപ്പൊ ആദ്യം നമ്മൾ ആരെ കണ്ടുപിടിക്കണം? മീഡിയൻ കണ്ടുപിടിക്കണം. അപ്പൊ മീഡിയൻ നോക്കിയേ, എഫ് ഐയുടെ സമ്മടത്തെ എഫ് ഐയുടെ ഇതെടുക്കുമ്പോഴത്തേക്കും n കണ്ടുപിടിക്കുമ്പോൾ നോക്കിയേ, n എത്ര? 30 വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ n/2 എത്ര വരും? 30/2 ഈക്വൽ ടു 15 വരും. അങ്ങനെയാണെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 15th ഒബ്സർവേഷൻ പ്ലസ് 16th ഒബ്സർവേഷൻ ആയിരിക്കും അല്ലേ? അത് നോക്കുമ്പോഴത്തേക്കും എത്ര വരുന്നത്? യെസ്, 13 + 13 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 13 തന്നെ വരും അല്ലേ? ഈക്വൽ ടു 13 തന്നെ വരും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മീൻ ഡീവിയേഷൻ കാണണമെങ്കിൽ എന്ത് വേണം? ആദ്യം നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആദ്യം നമ്മൾ കണ്ടുപിടിക്കണേ എക്സ് ഐഡിന്റെ. അത് കഴിഞ്ഞിട്ടാണെങ്കിലോ യെസ്, ദെൻ പിന്നെന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് ഐ മൈനസ് എം കണ്ടുപിടിക്കണം. അത് നമ്മൾ എന്ത് ചെയ്തോടെ ചെയ്തേക്കുന്നത്? ഇക്വേഷന്റെ മീളത്തെ പോർഷൻ വേണ്ടേ? എക്സ് ഐ മൈനസ് എം കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യണ്ടേ? മീഡിയൻ നമ്മൾ കണ്ടുപിടിച്ചു 13 എന്ന്. 13 നമ്മൾ
എക്സ് ഐക്കകത്തുനിന്ന് കുറയ്ക്കണം അല്ലേ, എന്നിട്ട് അതിന്റെ മോഡുലസ് എടുക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 മൈനസ് 13ന്റെ മോഡുലസ് എടുക്കും. മോഡുലസ് എടുക്കണേ, പോസിറ്റീവ് ആക്കി എഴുതണം, നെഗറ്റീവിന് 10. പിന്നെ അങ്ങനെ ഓരോന്നിനും ചെയ്യുമ്പോൾ നമുക്ക് 7, 4, 1, 0, 2, 8, 9 എന്ന് കിട്ടും. ഇനി അതിന് നമ്മൾ എന്ത് ചെയ്യണം? FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 10 into 3 വരുന്നത് 30, 4 into 7 വരുന്നത് 28. അങ്ങനെ ഓരോന്നിനും എടുക്കുമ്പോൾ എന്ത് വരും? 30, 28, 20, 2, 0, 10, 32, 27. ഇനി ഇതിന്റെ സം എടുക്കണം. ഇതിന്റെ സം എടുക്കുമ്പോൾ നമുക്ക് എത്ര വരും? 149 നമുക്ക് സം വരും. അതായത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ അല്ലേ, ഇതൊരു 149 ഡിവൈഡഡ് ബൈ, ഇനി നമുക്ക് ഒന്നുകൂടെ വേണ്ടേ, ഏതാ? FIയുടെ സം വേണ്ടേ, ഏതാ മക്കളെ? 30 ആണല്ലേ. അപ്പൊ ഡിവൈഡഡ് ബൈ 30 വരും. ഈക്വൽ ടു എന്താ വരുന്നത്? 4.97 എന്ന് വരും. 4.97 എന്നായിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. സെറ്റ് അല്ലേ? വേണേ ഒന്ന് നോക്കിക്കേ. ഓക്കെ അല്ലേ? നോക്കിയേ. ആദ്യം നമ്മൾ എന്താ ചെയ്തതെന്നൊക്കെ നോക്കിക്കേ. ആദ്യം അബൌട്ട് മീഡിയൻ ആയതുകൊണ്ട് മീഡിയൻ കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ മീൻ ഡീവിയേഷന്റെ ഫോർമുല വെച്ച് നമ്മൾ എന്ത് ചെയ്തു? XI മൈനസ് മീഡിയന്റെ മോഡുലസ് കണ്ടുപിടിച്ചു. എന്നിട്ട് അത് ഇൻറ്റു FI ചെയ്തു. അതിന്റെ സം എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ സമ്മ ഡിവൈഡ് ബൈ n ചെയ്തു. സിമ്പിൾ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്തിന്റെയാ? കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ എന്താ ഇക്വേഷൻ വരുന്നത്? സെയിം തന്നെ n തൊട്ട് FI XI മൈനസ് മീന് ഡിവൈഡഡ് ബൈ n തന്നെ. സെയിം ഇക്വേഷൻ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ അതൊന്ന് ചെയ്ത് നോക്കിയാലോ? യെസ്. അപ്പൊ നോക്കിയേ, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. മീൻ ആണെങ്കിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം തന്നെ നമ്മൾ മീൻ കണ്ടുപിടിക്കണം. അപ്പം മീൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിവിടെ XI ഉണ്ടോ? XI ഇല്ല. അപ്പൊ XI ആദ്യം കണ്ടുപിടിക്കണ്ടേ? XI കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും മക്കളെ? X എന്ന് പറയുമ്പോൾ 10 plus 20 divided by 2, 15 വന്നു. Then 25, 35, 45, 55, 65, 75 വരെ വന്നല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്ക് മീനാണ് കണ്ടുപിടിക്കേണ്ടത്. മീൻ ആദ്യം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? XI FI കണ്ടുപിടിക്കണ്ടേ? അപ്പൊ നമ്മൾ XI കണ്ടുപിടിച്ചു. അതിനെ FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ സം എടുക്കണം. അപ്പൊ 15 into 2 വരുന്നത് 30, 25 into 3 75, 35 into 8 280, 45 into 14 630, 55 into 8 വരുന്നത് 440, then 65 into 3 വരുന്നത് 195, 75 into 9 വരുന്നത് 150. ഇനി ഇതിന്റെ സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 1800 വരും. ഇനി അത് മാത്രം മതിയോ നമുക്ക് മീൻ കണ്ടുപിടിക്കാൻ? അതുകൂടാതെ നമുക്ക് FIയുടെ സം എടുക്കാം. ക്യാപിറ്റൽ ലെറ്റർ N വേണ്ടേ? അപ്പം FIയുടെ സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 40 വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മീൻ എന്താ മക്കളെ? മീൻ എന്ന് പറയുന്നത് എത്ര? 1800 ഡിവൈഡഡ് ബൈ 40 എത്ര വരും? 45 വരും അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി മീൻ ഡീവിയേഷൻ കാണണ്ടേ? മീൻ ഡീവിയേഷൻ കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? XI മൈനസ് മീനിന്റെ മോഡുലസ് എടുക്കണം. അപ്പൊ ഏതാണ് അവിടെ XI? കുറെ കോളം വരച്ചിട്ടുണ്ട്. ഇതിൽ ഏതല്ലേ XI? ഇതാണ് നമ്മുടെ XI വരുന്നത്. അപ്പൊ 15 മൈനസ് നമ്മുടെ ഇപ്പൊ കണ്ടുപിടിച്ച 45 അതിന്റെ മോഡുലസ് എടുക്കണം. അപ്പൊ എന്ത് വരും? -30 ആയിരുന്നു, അതിന്റെ മോഡുലസ് എടുത്തപ്പോൾ 30 വന്നു. അങ്ങനെ ഓരോന്നിനെയും നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? 30, 20, 10, 0, 10, 20, 30 എന്ന് വരും. ഇനി അതോടെ തീരുമോ? ഇല്ല. നമ്മുടെ ഈ FI ഇല്ലേ? FI ഉണ്ടെങ്കിൽ FIനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അപ്പൊ ഈ 30 into 2 ചെയ്യുമ്പോൾ 60, 3 into 20 ചെയ്യുമ്പോൾ 60, 8 into 10 ചെയ്യുമ്പോൾ 80, 14 into 0 അടിക്കുമ്പോൾ 0 വരും. 8 into 10 80, 3 into 20 60, 2 into 30 വരുമ്പോൾ 60. ഇനി ഇതിന്റെ ടോട്ടൽ എത്ര മക്കളെ വരുന്നത്? ഇതിന്റെ ടോട്ടൽ വരുന്നത് എത്ര വരും? ഇതിന്റെ ടോട്ടൽ 400. എത്ര വരും? 400 വരും. അപ്പൊ നമ്മളിപ്പോ എന്താ കണ്ടുപിടിച്ചേ? സിഗ്മ XI FI സിഗ്മ FI ഇൻറ്റു
മോഡുലസ് എക്സ് ഐ മൈനസ് മീൻ അല്ലേ. എത്ര നമ്മളിപ്പോ കണ്ടുപിടിച്ചേ? യെസ് 400. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മീൻ ഡീവിയേഷൻ എന്ത് വരും? മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ത് വരും? 400 ഡിവൈഡഡ് ബൈ 40 വരും, ഈക്വൽ ടു 10 അല്ലേ? സിമ്പിൾ അല്ലേ? യെസ്, അതാണ് സെറ്റ്. സെറ്റാക്കിയല്ലേ? യെസ്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ നോക്കണ്ടേ? ഇതിന്റെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ചെയ്താലോ? യെസ്. മീഡിയന്റെ വരുമ്പോ എന്താ ഇക്വേഷന് ചേഞ്ച് വരുന്നത്? ഒന്നുമില്ല, എന്താണ്? ആ മീഡിയൻ ആണ് കുറയ്ക്കുന്നത് അല്ലെ? മീഡിയൻ ആയിരിക്കും നമ്മള് കുറയ്ക്കുന്നത്. ദെൻ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഫോർ ദി ഫോളോയിങ് ഡേറ്റ. അപ്പൊ മീഡിയൻ കാണണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം മക്കളെ? ഇവിടെ എക്സ് ഐ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ എക്സ് ഐ കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? 5, 15, 25, 35, 45, 55. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ എക്സ് ഐയും ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സെറ്റ് ആയി കാണും. അതുകൊണ്ടാണ് പിന്നെ മിസ് എന്താ ഡീറ്റെയിൽ പറയാത്തത്. ഓക്കെ. ഇനി ഫ്രീക്വൻസി എന്താണെന്ന് അറിയാലോ? എന്താ? കൂട്ടി 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 എഴുതുന്നു അല്ലെ? എഫ് ഐനെ കൂട്ടി കൂട്ടി എഴുതുന്നു. അപ്പൊ ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. 6, 13, 28, 44, 48, 50. അപ്പൊ നമ്മുടെ ഇത് നോക്കുമ്പോൾ n എന്ന് പറയുന്നത് എന്താണ്? 50 അല്ലേ n വരുന്നത്? ഇങ്ങോട്ടേക്ക് n എന്ന് പറയുന്നത് എന്താ? 50 ആണ്. അങ്ങനെയാണെങ്കിൽ n/2 എത്ര വരും മക്കളെ? യെസ് 25 അല്ലെ? 25th വരും, 25th ഒബ്സർവേഷൻ വരും. അങ്ങനെയാണെങ്കിൽ 25 വരുന്നത് എവിടാ? ഇവിടെ 28 അല്ലേ വന്നിരിക്കുന്നത്? ഇവിടെ ഈ ഒരു ഇതിനകത്തല്ലേ വരുന്നത് അല്ലെ? ഈ ഒരു ഇതിനകത്തല്ലേ വരുന്നത്? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇല്ലേ, അത് വെച്ച് ചെയ്യുമ്പോൾ എന്തുവരും? L പ്ലസ് n/2 മൈനസ് CF ഡിവൈഡ് ബൈ F ഇൻറ്റു H അല്ലേടാ? ഇവിടെ നോക്കിയേ, ഇവിടെ ലോവർ ക്ലാസ് എത്ര? 20 അല്ലേ? അപ്പൊ 20 പ്ലസ് n/2 എന്ന് പറയുന്നത് 25 മൈനസ് CF എത്ര മക്കളെ? ഫ്രീക്വൻസി പ്രീവിയസ് ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്ര? 13 അല്ലേ? 13 ഡിവൈഡഡ് ബൈ കറണ്ട് ക്ലാസിന്റെ ഫ്രീക്വൻസി എത്ര? 15 ഇൻറ്റു ക്ലാസ് ഇന്റർവൽ എത്ര വരുന്ന? 10 അല്ലേ? യെസ്, ഇൻറ്റു 10 വരും, ഈക്വൽ ടു 20 പ്ലസ് 8 അല്ലേടാ അപ്പുറത്ത് വരുന്നത്? അപ്പൊ 28 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? യെസ്. അപ്പൊ നമ്മള് നമ്മുടെ മീഡിയൻ കണ്ടുപിടിച്ചു. ഇനി മീഡിയൻ എന്ത് ചെയ്യണം? എക്സ് ഐക്കകത്തുനിന്ന്, എക്സ് ഐ ഏതാ? ഇതല്ലേ നമ്മുടെ എക്സ് ഐ. ഓരോ എക്സ് ഐക്കകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മീഡിയൻ കുറച്ചിട്ട് അതിന്റെ മോഡുലസ് എടുത്തെഴുതണം. അങ്ങനെയാണെങ്കിൽ 5 മൈനസ് നമ്മുടെ മീഡിയൻ എത്ര? 28 മൈനസ് 23 വരും. അതിന്റെ മോഡുലസ് വരുമ്പോൾ എന്താ? 23. അങ്ങനെ ഓരോന്നിനും ചെയ്യുമ്പോൾ തരും 23, 13, 3, 7, 17, 27 വരും. ഇനി അതോടെ നമുക്ക് നിർത്താൻ പറ്റുമോ? ഇല്ലല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? FI കൊണ്ട് ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 6 ഇൻറ്റു 23 വരുന്നത് 138, 7 ഇൻറ്റു 13 വരുന്നത് 91, 15 ഇൻറ്റു 3 45, 16 ഇൻറ്റു 7 വരുന്നത് 112, 4 ഇൻറ്റു 17 വരുന്നത് 68, 2 ഇൻറ്റു 27 വരുന്നത് 54. ഇനി ഇതിന്റെ സമ്മ് വരുമ്പോൾ എത്ര വരും മക്കളെ? യെസ് 508 വരും അല്ലെ? 508 വരും. അപ്പൊ നമുക്കിപ്പോ എന്ത് കിട്ടി? യെസ് സിഗ്മ FI ഇൻറ്റു മോഡുലസ് XI മൈനസ് മീഡിയൻ കിട്ടി. എത്ര കിട്ടിയേ? 508 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എന്ത് വരും? 508 ഡിവൈഡഡ് ബൈ നമ്മുടെ n എത്ര? 50 അല്ലേ? 50 വരില്ലേ? ഈക്വൽ ടു എന്ത് വരും? 10.16 വരികയല്ലേ? 10.16 വരും. യെസ്, സെറ്റായില്ലടാ മക്കളെ? യെസ്, അതാണ്. ഇനി നമുക്ക് വരുന്നത് നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ടാണ്. അൺഗ്രൂപ്ഡ് ഡേറ്റയുടെ ആണെങ്കിൽ, അൺഗ്രൂപ്ഡ് ഡേറ്റയുടെ വേരിയൻസ് ആണെങ്കിൽ നോക്കണം. വേരിയൻസ് എന്ന് പറയുന്നത് അതെ ഇതുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. വേരിയൻസ് എന്ന് പറയുന്നത് എന്താ? 1/n ഇൻറ്റു സിഗ്മ XI മൈനസ് മീനിന്റെ സ്ക്വയർ. XI മൈനസ് മീനിന്റെ സ്ക്വയർ. ഇവിടെ മോഡുലസ് അല്ല, എന്താ സ്ക്വയർ ആയിരുന്നു അല്ലെ? മോഡുലസിന്റെ സ്ക്വയർ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? XI മൈനസ് മീന്, അതിന്റെ സ്ക്വയർ, ദെൻ n കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ?
ഓക്കെ, അൺഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ ആണെങ്കിലോ, ഫോർ അൺഗ്രൂപ്പ്ഡ് ഡേറ്റ ആണെങ്കിലോ ഓക്കെ ഇത് വേരിയൻസ്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിലോ ഒന്നുമില്ലടാ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറയുന്നത് വേരിയൻസിന്റെ റൂട്ടാണ്. അതായത് റൂട്ട് 1/σxi മൈനസ് മീനിന്റെ സ്ക്വയർ അല്ലേ. ഇതിന്റെ എന്താ കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും? റൂട്ട് എടുക്കും. റൂട്ടാണെന്ത്? നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത്. ഓർത്തോണം, ഡീവിയേഷൻ എന്ന് പറയുന്നത് വേരിയൻസിന്റെ റൂട്ടാണ് അല്ലെ, വേരിയൻസിന്റെ റൂട്ടാണ്. അപ്പൊ ആ റിലേഷൻ ഓർത്തോണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫൈൻഡ് ദ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഫോളോയിങ് ഡേറ്റ. തന്നിരിക്കുന്ന ഡേറ്റയുടെ വേരിയൻസും കാണണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണണം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണ്ടേ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മീൻ കണ്ടുപിടിക്കണ്ടേ? യെസ്, മീൻ കണ്ടുപിടിക്കണം. മീൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? യെസ്, 6 + 8 + 10 + 12 + 14 + 16 + 18 + 20 + 22 + 24 ഡിവൈഡഡ് ബൈ ഇത് എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 10 അല്ലേ? ചെയ്യുമ്പോൾ എന്ത് വരും? 15 വരില്ലടാ. യെസ്, 15 വരും അല്ലേ. ഇനി നോക്കിയേ, ഇനി മീനിനെ നമ്മൾ എന്ത് ചെയ്യണം? xi-ക്കകത്തുനിന്ന് കുറയ്ക്കണ്ടേ? xi നമുക്ക് ഓൾറെഡി തന്നിട്ടില്ലേ. 6 - 15 അതിന്റെ -9 വരും. അപ്പം അതിന്റെ സ്ക്വയർ എടുക്കണം. 81. 8 - 15 -17 വരും. അതിനകത്തുനിന്ന് എന്ത് ചെയ്യണം? സ്ക്വയർ എടുക്കണം. 49 വരും. അങ്ങനെ ഇതിന്റെ ഓരോന്നിന്റെയും നമ്മൾ ചെയ്യും. യെസ്, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 81 49 25 9 1 1 9 25 49 81. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ സം എടുക്കണം. ഇതിന്റെ സം എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? യെസ്, 330 വരും. അതായത് മീനിന്റെ സ്ക്വയർ എത്ര ആവുന്നേ? യെസ്, 330 വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, മൈനസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ n അല്ലേ. യെസ്, n എന്ന് പറയുന്നത് എത്ര ആകും? n എന്ന് പറയുന്നത് 10 അല്ലേ. 330 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു എത്ര വരും മക്കളെ? 33 അല്ലേ. ഈക്വൽ ടു 33 വരും. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയൻസിന്റെ റൂട്ട് ആണ് അല്ലേ. അപ്പൊ എന്താ? 33യുടെ റൂട്ട് അല്ലേ. 33യുടെ റൂട്ട് വരും. ഈ സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ? പക്കല്ലേ? അങ്ങനെയാണെങ്കിൽ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡേറ്റയുടെ വരുമ്പോഴോ, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡേറ്റയുടെ കണ്ട ഇവിടെ ഒരു FIയും കൂടെ വരും അല്ലേ. FIയും കൂടെ ഇവിടെ ആഡ് ആവും. അതായത് വേരിയൻസ് എന്ന് പറയുന്നത് σFi മൈനസ് മീനിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ n ആയിരിക്കും വരുന്നത്. ഇനി ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെയോ അതിന്റെ വരുമ്പോൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിലോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ ഒന്നുമില്ല മിസ് എന്താ പറഞ്ഞാൽ അതിന്റെ നമ്മുടെ വേരിയൻസിന്റെ റൂട്ട് എടുക്കും. വേരിയൻസിന്റെ റൂട്ട് എടുക്കും. ഇനി കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡേറ്റ ആണെങ്കിലോ സെയിം ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. സെയിം ഇക്വേഷൻ തന്നെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത്. 1/FI × xi മൈനസ് മീൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇതിന്റെ റൂട്ട്. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ മീൻ കണ്ടുപിടിക്കണം, വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീന് വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ നോക്കിയടാ. 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80, 80 to 90, 90 to 100. ഇതിന്റെ xi കണ്ടുപിടിക്കണ്ടേ. അപ്പൊ xi എന്താണ്? 30 to 40 ഡിവൈഡ് ബൈ 2 ചെയ്യും അല്ലെ. അപ്പൊ 35 വരും. ദെൻ അടുത്തത് 45, 55, 65, 75, 85, 95 നമുക്ക് ഓൾറെഡി കണ്ടുപിടിക്കാൻ അറിയാലോ. ദെൻ തന്റെ n കണ്ടുപിടിക്കണ്ടേ. n എന്ന് പറഞ്ഞാൽ എന്താ? FIയുടെ സം അല്ലേ. എല്ലാം കൂടെ സം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 50 വരും. ഇനി നമ്മള് മീൻ കണ്ടുപിടിക്കണ്ടേ. മീൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? xi-FI കണ്ടുപിടിക്കണ്ടേ. xi-FI എന്ന് പറയുമ്പോൾ FI ഉണ്ട്, xi ഉണ്ട്. രണ്ടിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അപ്പൊ നമുക്ക് എന്ത് വരും? 105, 315, 660, 975, 600,
255, 190. ടോട്ടൽ നമ്മൾ സം എടുക്കുമ്പോൾ എന്ത് വരും? യെസ്, 3100 വരും അല്ലേ. അപ്പൊ നമ്മുടെ മീൻ എന്തായിരിക്കും വരുന്നത്? മീൻ വരുന്നത് 3100 ഡിവൈഡഡ് ബൈ 50 വരെയല്ലേ. സിഗ്മ എക്സ് ഐ എഫ് ഐ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ എൻ ഈക്വൽ വരും 62 വരും. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് ഐ. ഇപ്പൊ മീൻ കണ്ടുപിടിച്ചത് നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ഐക്കകത്തുനിന്ന് കുറയ്ക്കണം അല്ലെ. എക്സ് ഐക്കകത്തുനിന്ന് നമ്മൾ കുറയ്ക്കണം. തണ്ടേ അപ്പം എന്ത് ചെയ്യണം? തന്റെ എക്സ് ഐ താണ്ട് ഇവിടെ കിടക്കുന്നു. മീൻ എത്ര കണ്ടുപിടിച്ച്? 62. അപ്പം 35 മൈനസ് 62ന്റെ സ്ക്വയർ എത്ര വരും? 729. പിന്നെ അടുത്തതിന്റെയോ 289, 49, 9, 169, 529, then 1089 വരും. ഇനി അതോടെ തീരുവോ? ഇല്ലല്ലേ. നമ്മുടെ ഈ എഫ് ഐ ഇല്ലേ, എഫ് ഐ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം ഈ 729 അല്ലെങ്കിൽ എക്സ് ഐ മൈനസ് മീനിന്റെ സ്ക്വയറിന്. അപ്പൊ നമുക്ക് എന്ത് വരും? യെസ്, 2187, 2023, 588, 135, 1352, 1587, 2178 എന്ന് വരും. ഇനി ഇതിന്റെ സം എടുക്കണം അല്ലെ. അപ്പൊ ഇതിന്റെ സം നമ്മൾ എടുക്കുമ്പോൾ എന്ത് വരും? യെസ്, 10050 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വേരിയൻസ് എന്താ വരുന്നത്? വേരിയൻസ് എന്ത് വരും? യെസ്, വേരിയൻസ് എന്ന് പറയുന്നത് 10050 ഡിവൈഡഡ് ബൈ എൻ എത്ര? യെസ്, എൻ എന്ന് പറയുന്നത് 50 അല്ലേ. യെസ്, 50 ചെയ്യും. നമുക്ക് എത്ര വരും മക്കളെ? യെസ്, സിമ്പിൾ അല്ലേ. ദെൻ ഇതിന്റെ റൂട്ട് അല്ലേ മക്കളെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 201ന്റെ റൂട്ട് വരുമ്പോൾ എന്ത് വരും? യെസ്, 14.18 എന്ന് വരികയല്ലേ. 14.18 സംതിങ് വരില്ലേ. യെസ്, നമ്മളിപ്പോ എന്ത് ചെയ്തു? ഈ ക്വസ്റ്റ്യന് നമ്മൾ സെറ്റ് ആക്കി അല്ലേ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു പ്രോബ്ലം എല്ലാത്തിൻ്റെ നമുക്കറിയാം. ഈ ചാപ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ടൈം എടുക്കും. അപ്പൊ എനിക്ക് തോന്നി നിങ്ങളെ വിത്തിൻ ഷോർട്ട് ടൈം നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി എന്ത് ചെയ്തത്? ബോക്സിൽ ആൻസേഴ്സ് എല്ലാം സെറ്റ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പം നിങ്ങളുടെ ടൈം സേവ് ആവൂലേ. യെസ്, അപ്പം ഈ കോൺസെപ്റ്റ് എല്ലാം തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പം അടുത്ത ഏത് ചാപ്റ്ററിനെ വേണ്ടേ? കമന്റ് ചെയ്തു കേട്ടോ. യെസ്, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.